ഇന്ന് നമ്മൾ നമ്മുടെ SCERT 7ാം ക്ലാസ് SCERT സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ 9ാമത്തെ ചാപ്റ്ററായ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന പാഠഭാഗമാണ് നോക്കുന്നത്. അപ്പൊ അതിൽ ആദ്യം തന്നെ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നൽകിയിരിക്കുകയാണ്. മീശപ്പുലി മലയിലേക്കുള്ള നമ്മുടെ ഇന്നലത്തെ യാത്ര നല്ല രസമായിരുന്നു അല്ലേ അച്ഛാ? അതെ, വളരെ നല്ലൊരു യാത്രയായിരുന്നു. മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ഭൂപടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കവിടെ എളുപ്പത്തിലെത്താനായത്. അവർ ഗൂഗിൾ മാപ്പിനെ കുറിച്ച് മറ്റാണ് പറയുന്നത് അല്ലേ? ഭൂപടങ്ങളും ഗ്ലോബും ഒക്കെ നിരീക്ഷിച്ച് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും വിവരങ്ങൾ ശേഖരിക്കാനും എന്ത് രസമാണ്. ഇനി അടുത്ത യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പോകേണ്ട സ്ഥലങ്ങളും വഴികളും ഭൂപടം ഉപയോഗിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചാൽ നമുക്ക് സമയവും ലാഭിക്കാം, യാത്ര കൂടുതൽ രസകരമാവുകയും ചെയ്യും അല്ലേ അച്ഛാ? അതെ, ഭൂപടങ്ങൾ ഒരു മികച്ച വിവര സ്രോതസ്സാണ്. നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്ത ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ഭൂപടങ്ങളുടെ കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി തൻ്റെ അച്ഛനോടൊപ്പം നടത്തിയ യാത്രയെക്കുറിച്ചുള്ള സംഭാഷണമാണ് നമ്മൾ വായിച്ചത്. ഭൂപടങ്ങൾ അവരുടെ യാത്രയിൽ എത്രത്തോളം സഹായകരം ആയിരുന്നുവെന്ന് നമ്മൾ കണ്ടു. വാഹനങ്ങളിലും മൊബൈൽ ഫോണിലും ഒക്കെയുള്ള ഡിജിറ്റൽ ഭൂപടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. യാത്രകളിൽ ഇങ്ങനെയുള്ള ഭൂപടം ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഒക്കെ തന്നെ അല്ലേ ഡിജിറ്റൽ ഭൂപടം. അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നാം ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്? ഒരു സ്ഥലത്തിന്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന് അല്ലെ, കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുന്നതിന്. പിന്നെന്താണ്? ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന്. പിന്നെന്താണ്? ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന്. പിന്നെ ഇതെല്ലാം നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. അല്ലാതെയുള്ള മാപ്പുകളുണ്ടല്ലേ, നമ്മുടെ പോപ്പുലേഷൻ കാണിക്കുന്ന മാപ്പുകളുണ്ട് അല്ലെ, അങ്ങനെ പല മാപ്പുകളുണ്ട്. അപ്പോ ഇതുണ്ട്, നമുക്കൊരു ഗ്ലോബ് തന്നിരിക്കുകയാണ്. ഗ്ലോബിലും നമുക്ക് ഇതുപോലെ ഓരോ ലൊക്കേഷൻസ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ അക്ഷാംശ രേഖാംശ രേഖകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആവശ്യങ്ങൾ അനുസരിച്ച് ഭൂപടങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു ഗ്ലോബിനെ കുറിച്ചുള്ള സവിശേഷത ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ്, ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണമാണ്, ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണമാണ് നമ്മുടെ ഗ്ലോബിലുള്ളത് അല്ലേ. ഭൂമിയുടെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നത് ഭൂമിയെ, പിന്നെ ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു. രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖകളായി ചിത്രീകരിക്കുന്നു. അതായത് അത് മാപ്പിലെ കാര്യമാണ് കേട്ടോ. രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖകളായി ചിത്രീകരിക്കുന്നത്, അത് നമ്മുടെ ഭൂപടത്തിലെ കാര്യമാണ് പറയുന്നത്. അതേസമയം രേഖാംശ രേഖകളും അർത്ഥവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിക്കുന്നത് അത് ഗ്ലോബിലെ കാര്യമാണ് കേട്ടോ. സ്പിയർ ഷേപ്പ് ആണല്ലോ, സ്പെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ വൃത്ത ആകൃതിയിലാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരം ശേഖരിക്കുന്നതിനും യാത്രക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജനകരം. അത് ഭൂപടത്തിന്റെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതില് ഭൂമിയുടെ യഥാർത്ഥ മാതൃക എന്ന് പറഞ്ഞ് നമ്മുടെ ഗ്ലോബിന്റെ കാര്യമാണ്. ദ്വിമാന ചിത്രീകരണം മാപ്പാണ് അല്ലെ. ഗോളാകൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിയർ തന്നെ, ഗ്ലോബ് തന്നെ. ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞ എന്തിന്റെയാണ്? ഭൂപടത്തിന്റെ കാര്യമാണ്, മാപ്പിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭൂപടങ്ങൾ എന്നാൽ എന്താണ്? പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതാണ് ഭൂപടങ്ങൾ. അപ്പോൾ ആവശ്യങ്ങൾ അനുസരിച്ച് തന്നെ ഭൂപടങ്ങളും വ്യത്യസ്തമായിട്ട് വരും. ഒരേ ഭൂപടം തന്നെ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കാനാകുമോ? നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് അല്ലെ. അപ്പോൾ അതിനനുസരിച്ച് ഭൂപടങ്ങളും വ്യത്യസ്തമായിരിക്കും. ഭൂപടങ്ങളെ പ്രധാനമായും 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മം, പിന്നെ ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോത്. അപ്പൊ അത് രണ്ടും അനുസരിച്ച് നമുക്ക് ഭൂപടങ്ങളെ 2ആയിട്ട് തരംതിരിക്കാം. അപ്പൊ ഭൂപടങ്ങളുടെ ചരിത്രം കൂടെ നമുക്കൊന്ന് നോക്കാം.
ഭൂപട നിർമ്മാണത്തിന്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും തടികളിലും കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്ട് BCE 2500 കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കരുതപ്പെടുന്നു. മെസോപ്പൊട്ടാമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണ് അത്. ഭൂമി ഉരുണ്ടതാണെന്ന് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. അതനുസരിച്ച് ഒരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി ശ്രമിച്ചിരുന്നു. CE 1400കളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസിൽ അച്ചടിച്ചു വരുന്നത് വരെ ടോളമിയുടെ ഭൂപടങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് ഒരു അറിവുമില്ലായിരുന്നു. അതിനുശേഷം അവ കൊളംബസ്, ക്യാബട്ട്, മഗല്ലൻ, ഡ്രേക്ക്, വെസ്പുച്ചി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായി മാറി. ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളോട് ഏറെ സാദൃശ്യമുണ്ട്. ഗ്രീക്ക്, അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലും ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായി കരുതപ്പെടുന്നു. അപ്പൊ പലതരം ഭൂപടങ്ങൾ ഏതൊക്കെയായിരിക്കാം? രാഷ്ട്രീയ ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ഗതാഗത ഭൂപടം, മണ്ണ് ഭൂപടം, അല്ലെ? പലതരത്തിലുള്ള ഭൂപടങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഭൂപടത്തിനും വ്യത്യസ്ത തലക്കെട്ടുകളാണ്. ഓരോ ഭൂപടവും നിറവേറ്റുന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവയ്ക്ക് തലക്കെട്ടുകൾ നൽകിയിട്ടുള്ളത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം പരിശോധിക്കൂ. കേരളത്തിലെ ജില്ലകളുടെ വിവരങ്ങൾ നമുക്ക് അതിൽ നിന്നും കണ്ടെത്താനാവും. ഇതുപോലെ ഒരു ഭൂഖണ്ഡത്തിന്റെയോ രാജ്യത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ രാഷ്ട്രീയ ഭൂപടം നിരീക്ഷിച്ച് അവ പ്രദാനം ചെയ്യുന്ന വിവരങ്ങൾ പട്ടികപ്പെടുത്തി നോക്കൂ. അപ്പോൾ എന്താണ് രാഷ്ട്രീയ ഭൂപടങ്ങളുടെ ധർമ്മം? മണ്ണ് ഭൂപടമോ? മണ്ണ് ഭൂപടം ഒരു പ്രദേശത്തെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളുടെ വിതരണത്തെ കാണിക്കുന്നു. അപ്പൊ രാഷ്ട്രീയ ഭൂപടമോ? ജില്ലകളുടെ വിവരങ്ങളെല്ലാം നമുക്ക് കണ്ടെത്താനാവും, അല്ലെ? അപ്പോ മണ്ണ് ഭൂപടം എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തിന്റെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് ധർമ്മം. ഭൂപ്രകൃതി ഭൂപടത്തിന്റെ ധർമ്മം എന്താണ്? ഭൂപ്രകൃതി ഭൂപടം അതിന്റെ ഫീച്ചറുകൾ, അല്ലെ? അതെ, നദികള്, കാലാവസ്ഥ, അതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഭൗതിക ഭൂപടങ്ങൾ. ഭൂപ്രകൃതി മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങി പ്രകൃതിദത്തമായ സവിശേഷത ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ഭൗതിക ഭൂപടങ്ങൾ, കേട്ടോ. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അതേസമയം സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളാണ്, കേട്ടോ. മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളാണ്. രാജ്യങ്ങള്, സംസ്ഥാനങ്ങള്, ജില്ലകള്, രാഷ്ട്രീയ വിഭാഗങ്ങൾ, അല്ലെ? രാജ്യവും സംസ്ഥാനവും ജില്ലകളും ഒക്കെ മനുഷ്യരുടെ നിർമ്മിതികളാണ്. റോഡ്, റെയിൽപാത, തുറമുഖം, ജനസംഖ്യാ വിതരണം, ഇതെല്ലാം തന്നെ മനുഷ്യന്റെ നിർമ്മിതികളാണ്. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഭൂപടമാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. ഓക്കെ. അപ്പോ നമുക്ക് പല കാര്യങ്ങൾ ഇതുപോലെ ഉൾപ്പെടുത്താം, അല്ലെ? ഇപ്പൊ ഇതുണ്ടോ? മഴയുടെ വിതരണം, വനവിസ്തൃതി, നെൽപ്പാടത്തിന്റെ വിതരണം, റോഡ് ശൃംഖല, പിന്നെന്താണ്? കാർഷിക ഭൂപടം, ഗതാഗത ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം. അപ്പൊ ഈ മഴയുടെ വിതരണവും വനവിസ്തൃതി, പിന്നെ മഴയുടെ വിതരണം, വനവിസ്തൃതി, ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൗതിക ഭൂപടങ്ങളാണ്, അല്ലെ? നൈസർഗിക സസ്യജാലം, കാലാവസ്ഥ, ബാക്കിയുള്ള എല്ലാം മനുഷ്യനിർമ്മിതിയാണ്, അല്ലെ? നെൽപ്പാടങ്ങള്, റോഡ്, ഗതാഗതം. ഓക്കെ. അപ്പോ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഇവയോരോന്നും വിവിധ ഭൗമോപരിതല സവിശേഷതകളെ പ്രത്യേകം ചിത്രീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ ഭൗമ ഉപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനായി പ്രത്യേകം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? ഇതാണ്. ഇവിടെ 2 ഭൂപടങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്, കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഭൂപടത്തിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ വിതരണവും രണ്ടാമത്തേതിൽ ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണവുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ 2 ഭൂപടങ്ങളിലെയും വിവരങ്ങൾ ഒരേ ഭൂപടത്തിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 2 ഭൂപടങ്ങളിലെയും വിവരം കൂടിക്കലർന്ന് നമുക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും. വിവരശേഖരണം കൂടുതൽ സങ്കീർണമാവും, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് പ്രധാന ഭൗമ ഉപരിതല സവിശേഷതകൾ ഓരോന്നും പ്രത്യേകം ഭൂപടങ്ങളിലായി ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നാം വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നു, കേട്ടോ.
ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്നറിയപ്പെടുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് എങ്ങനെ വർഗീകരിക്കാമെന്ന് നോക്കാം. എല്ലാ ഭൂപടങ്ങളും ഒരു നിശ്ചിത അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് ഭൂപടം തയ്യാറാക്കുന്നതിനായിട്ടുള്ള തോത്? എന്താണ്? ഒരു ക്ലാസ് മുറിയുടെ രൂപരേഖ ഒരു നോട്ട്ബുക്കിൽ വരച്ച് നോക്കിയാൽ എല്ലാവരുടെയും രൂപരേഖകൾ ഒരുപോലെയാണോ കാണുന്നത്? അല്ല, അല്ലേ? കാരണം പലരും പല തോതിലായിരിക്കും വരയ്ക്കുന്നത്. അപ്പൊ പൊതുവായ ഒരു അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയല്ല രൂപരേഖകൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഭൂപടം വരയ്ക്കുമ്പോൾ ഒരു കൃത്യമായ അളവിൽ നമ്മൾ വരയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു പ്രദേശത്തിന്റെ കാര്യം എടുത്താൽ ഒരു പ്രദേശത്തിന്റെ ഭൂപടം കൃത്യമായ അളവിലും യഥാർത്ഥ വിസ്തൃതിയിലും തയ്യാറാക്കുന്നതിന് ആ പ്രദേശത്തിന്റെ അത്ര തന്നെ വലിപ്പമുള്ള ഒരു പ്രതലം അഥവാ ഒരു കടലാസ് ആവശ്യമാണ്. അത് സാധ്യമായ കാര്യമല്ല. അപ്പോൾ കൃത്യമായ അളവുകളിൽ നമുക്ക് റേഷ്യോ എടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്, അല്ലേ? കൃത്യമായ അളവുകളിൽ ഒരു ഭൂപടമോ രൂപരേഖയോ നമുക്ക് അതിന്റെ റേഷ്യോ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നേക്കുക. ക്ലാസ് മുറിയുടെ രൂപരേഖ ഒരു തോതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി നോക്കാം. ക്ലാസിന്റെ വീതി 5 മീറ്ററും നീളം 10 മീറ്ററുമാണെന്ന് കരുതുക. ക്ലാസ്സിലെ 1 മീറ്റർ നാം 1 സെന്റിമീറ്റർ ആക്കി കണക്കാക്കി നോട്ട് ബുക്കിൽ വരയ്ക്കുന്നുവെന്ന് കരുതുക. അങ്ങനെങ്കിൽ ക്ലാസ് മുറിയുടെ രൂപരേഖ നാം നോട്ട് ബുക്കിൽ വരയ്ക്കുമ്പോൾ 5 സെന്റിമീറ്റർ വീതിയും 10 സെന്റിമീറ്റർ നീളവുമുള്ള ഒരു ദീർഘചതുരം നമുക്ക് വരയ്ക്കാനാകും. അതുപോലെ തന്നെ ബെഞ്ചുകളുടെയും മേശകളുടെയും നീളവും വീതിയും ഒക്കെ അളന്ന് ക്ലാസ് മുറിയിലെ 1 മീറ്റർ രൂപരേഖയിൽ 1 സെന്റിമീറ്റർ എന്ന അളവിൽ നോട്ട് ബുക്കിൽ വരയ്ക്കാൻ സാധിക്കും. വടക്ക് ദിശ കൂടി അടയാളപ്പെടുത്തി ആണ് രൂപരേഖ വരയ്ക്കുന്നതെങ്കിൽ എല്ലാ കൂട്ടുകാരും വരയ്ക്കുന്ന രൂപരേഖകളും ഒരേപോലെയായിരിക്കും. അതിനുശേഷം രൂപരേഖയുടെ ചുവടെ രൂപരേഖയിലെ 1 സെന്റിമീറ്റർ ക്ലാസ് മുറിയിലെ 1 മീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്ന് കൂടി എഴുതൂ. ഇതാണ് രൂപരേഖയുടെ തോത്. ക്ലാസ് മുറിയിലെ അകലവും രൂപരേഖയിലെ അകലവും തമ്മിലുള്ള ഈ ഒരു അനുപാതമാണ്, ഈ ഒരു റേഷ്യോ ആണ് നമ്മൾ വരച്ച രൂപരേഖയുടെ തോത്. അതേപോലെ തന്നെ ഒരു തോത് അടിസ്ഥാനമാക്കിയാണ് ഭൂപടവും തയ്യാറാക്കുന്നത്. ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിന്റെ തോത്. ഉദാഹരണമായി ഒരു ഭൂപടത്തിന്റെ തോത് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 1 കിലോമീറ്റർ ആണെന്ന് കരുതുക. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ അകലം ഭൂമിയിലെ ശരിക്കും 1 കിലോമീറ്റർ അകലമാണ് സൂചിപ്പിക്കുന്നത്. ഈ തോത് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭൂപടത്തിൽ റോഡിന്റെ നീളം 10 സെന്റിമീറ്റർ ആണെങ്കിൽ യഥാർത്ഥ നീളം എത്രയായിരിക്കും കൂട്ടുകാരെ? 10 കിലോമീറ്റർ ആയിരിക്കും, അല്ലേ? എ എന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്കുള്ള ഭൂപടത്തിലുള്ള റോഡിന്റെ ദൂരം 23 സെന്റിമീറ്റർ ആയിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ യഥാർത്ഥ ദൂരം അപ്പൊ എത്രയായിരിക്കാം? 23 കിലോമീറ്റർ ആയിരിക്കും, അല്ലേ? അപ്പോൾ തോതിന്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപടങ്ങളുടെ വർഗീകരണമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഭൂപടങ്ങൾ നമുക്ക് വലിയ തോത് ഭൂപടങ്ങളെന്നും ചെറിയ തോത് ഭൂപടങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുന്നതാണ് വലിയ തോത് ഭൂപടം. ചെറിയ തോത് ഭൂപടങ്ങളോ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് കേവലമായ വിവരങ്ങൾ, കുറച്ച് വിവരങ്ങൾ മാത്രം നൽകുന്നു. അപ്പോൾ വലിയ തോത് ഭൂപടത്തിന്റെ ഉദാഹരണങ്ങളാണ് ധാരാതലീയ ഭൂപടം, വില്ലേജ് ഭൂപടങ്ങൾ എന്നിവ. അതേസമയം ചെറിയ തോത് ഭൂപടങ്ങളോ ഈ വില്ലേജ് ഭൂപടത്തിനെയൊക്കെ അപേക്ഷിച്ച് കൂടുതൽ ഏരിയയാണ് ശരിക്കും കവർ ചെയ്യുന്നത്. പക്ഷെ കുറച്ച് വിവരങ്ങളെ നമുക്ക് നൽകുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ടില്ല. ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം, കേരളത്തിന്റെ ഭൂപടം തുടങ്ങിയവയൊക്കെ ചെറിയ തോത് ഭൂപടങ്ങളാണ്. അപ്പോൾ ഈ വലിയ തോത് ഭൂപടത്തിന്റെ തോതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ 1/4 കിലോമീറ്റർ ഒക്കെ വരുന്നുള്ളൂ. പക്ഷേ ചെറിയ തോത് ഭൂപടത്തിലോ 1 സെന്റിമീറ്റർ 25 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ ഒക്കെയാണ്. അങ്ങനെയാണ് നമ്മൾ തോത് എടുക്കുന്നത്. വിവിധ തരം ഭൂപടങ്ങൾ, അവയുടെ വർഗീകരണം എന്നിവയെ പറ്റി നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഭൂപടങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ വിവരശേഖരണം നടത്താമെന്ന് നോക്കാം. ഭൂപടം പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിനെ അഥവാ ശേഖരിക്കുന്നതിനെ ഭൂപട വായന എന്നാണ് വിളിക്കുന്നത്. ഭൂപട വായനയ്ക്ക് സഹായകരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഭൂപട വായനയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ് പറയുന്നത്. തലേക്കെട്ട്, അല്ലെ? ഏത് ഏരിയയാണ്, എന്തിന്റെ മാപ്പാണെന്നുള്ള ഒരു തലേക്കെട്ട്, അല്ലെ? പിന്നെ തോതിന്റെ അളവ്, ദിക്ക്, അല്ലെ? വടക്ക് തെക്ക്, അപ്പം നമുക്ക് ദിക്ക് വേണം. പിന്നെ അക്ഷാംശരേഖ, രേഖാംശരേഖ,
അംഗീകൃത നിറങ്ങള് നമ്മുടെ മാപ്പില് ഭൂപടത്തില് അംഗീകൃതമായ നിറങ്ങളുണ്ടല്ലേ? പലതിനും അതെ. അപ്പോ നമ്മുടെ ജലാശയങ്ങളൊക്കെ നീല നിറത്തിലാണ് അല്ലേ? നീല നിറമാണ് ജലാശയങ്ങളൊക്കെ. അംഗീകൃത നിറങ്ങള്, ചിഹ്നങ്ങള് കേട്ടോ. ഓരോന്നിനും ചിഹ്നങ്ങളുണ്ട്. ആശുപത്രിക്ക് ചിഹ്നങ്ങളുണ്ട്, പോലീസ് സ്റ്റേഷന് ചിഹ്നമുണ്ട്, പോസ്റ്റ് ഓഫീസിന് ചിഹ്നമുണ്ട്. അങ്ങനെ ചിഹ്നങ്ങളുണ്ട്. പിന്നെ സൂചിക. അപ്പോ തലേക്കെട്ട് ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമ ഉപരിതല സവിശേഷതയാണ് തലേക്കെട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന തലേക്കെട്ട് എന്താണ്? കേരളം അല്ലേ? കേരളത്തിന്റെ ഭൂപ്രകൃതി എന്നാണ്. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളാണ് നമ്മൾ ഈ മാപ്പിൽ കാണുന്നത്. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതി നമുക്കറിയാം അല്ലെ? 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ആ 3 3 നിറങ്ങളിലായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലെ? ഓക്കെ. അപ്പോ കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളാണ് ഈ ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കേരളം ഭൂപ്രകൃതി എന്ന തലേക്കെട്ട് അവിടെ നൽകിയിരിക്കുന്നത്. ഇനി തോത് അടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതെന്ന് നമുക്ക് അറിയാം. ഭൂതലത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ 2 സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള അനുപാതമാണ് തോത്. ഒരു നദിയുടെയോ റോഡിന്റെയോ റെയിൽപാതയുടെ നീളം, ഒരു പ്രദേശത്തിന്റെ വിസ്തൃതിയോ ഒരു ഭൗമ ഉപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ ഭൂപടം ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കുന്നത് ഈ തോത് അടിസ്ഥാനമാക്കിയാണ്. ഭൂപടത്തിലെ തോത് അടിസ്ഥാനമാക്കി റോഡിന്റെ യഥാർത്ഥ നീളം കണ്ടുപിടിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്ര ലാബിലെ ഭൂപടങ്ങളിലെ തോത് അടിസ്ഥാനമാക്കി പ്രദേശങ്ങൾ തമ്മിലുള്ള അകലം, റോഡിന്റെയും നദിയുടെയും റെയിൽ പാതകളുടെയും യഥാർത്ഥ നീളം എന്നിവയൊക്കെ കണ്ടെത്തി എഴുതാൻ നമുക്ക് സാധിക്കും. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് പ്രസ്താവനാ രീതിയെ കുറിച്ച് പറയുകയാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ. പ്രസ്താവനാ രീതിയിൽ തോത് എഴുതുന്നത് എങ്ങനെയാണ്? ഉദാഹരണമായി ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ അകലം ഭൂതലത്തിലെ 1 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ 1 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു. ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിധമാണ് ഇവിടെ തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമ്മളിവിടെ രേഖപ്പെടുത്തിയത്? 1 സെന്റിമീറ്റർ അകലം ഭൂതലത്തിലെ 1 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്ന ഒരു സെന്റൻസ്, ഒരു വാക്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു എന്നുള്ള സൈനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആർക്കും മനസ്സിലാവുന്ന വിധമാണ് 2 തരത്തിലും ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇനിയുള്ളത് എന്താണ്? ഭിന്നക രീതിയാണ്. ഭിന്നക രീതി. അപ്പൊ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന രീതിയാണിത്. അപ്പോ ഈ രീതിയിൽ ഭൂപടത്തിൽ 1 യൂണിറ്റ് ദൂരം ഭൂതലത്തിലെ 100,000 യൂണിറ്റുകൾക്ക് തുല്യമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. അതായത് 1,00,000 യൂണിറ്റുകൾക്ക് തുല്യമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ രീതിയിൽ അനുപാതത്തിന് മുന്നിൽ നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂപടത്തിലെ അകലവും അനുപാതത്തിന് ശേഷം നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂതലത്തിലെ അകലവും സൂചിപ്പിക്കുന്നു. ഈസ്റ്റു എന്നുള്ള യൂണിറ്റ് ആണ് കേട്ടോ. റേഷ്യോയ്ക്കൊക്കെ കൊടുക്കുന്ന യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടെ ഭൂതലത്തിലും ഭൂപടത്തിലുമുള്ള അകലം ഒരേ ഏകകത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഉദാഹരണമായി ഇവിടെ അകലം സൂചിപ്പിക്കുന്നതിനായി സെന്റിമീറ്റർ എന്ന ഏകകമാണ് ഉപയോഗിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ഈ ഭിന്നക രീതിയിലുള്ള തോത് അർത്ഥമാക്കുന്നത് ഭൂപടത്തിലെ 1 യൂണിറ്റ് അകലം, അതായത് 1 സെന്റിമീറ്റർ ഭൂതലത്തിലെ 1,00,000 സെന്റിമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു കേട്ടോ. 1 യൂണിറ്റ് അകലം എന്ന് പറയുന്നത്, ഭൂപടത്തിലെ 1 യൂണിറ്റ് അകലം എന്ന് പറയുന്നത്, അതായത് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ഭൂതലത്തിലെ 1,00,000 സെന്റിമീറ്റർ അകലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 1,00,000 സെന്റിമീറ്റർ 1 കിലോമീറ്റർ ആണ്. അപ്പോൾ ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ ഭൂതലത്തിലെ 1,00,000 സെന്റിമീറ്റർ അഥവാ 1 കിലോമീറ്റർ എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് രേഖീയ രീതിയാണ് കേട്ടോ. ലീനിയർ സ്കെയിൽ. രേഖീയ രീതി. അപ്പോൾ ഇതിൽ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് കേട്ടോ. ചിത്രത്തില് തോത് വരച്ച് രേഖപ്പെടുന്ന രീതിയാണ് രേഖീയ രീതി. ഓക്കെ. അപ്പോൾ നമ്മൾ 3 രീതികളാണ് ഇപ്പോൾ പരിചയപ്പെട്ടത് അല്ലെ? പ്രസ്താവനാ രീതി, പിന്നെന്താണ് ഭിന്നക രീതി റേഷ്യോ, പിന്നെന്താണ് രേഖീയ രീതി ലീനിയർ സ്കെയിൽ. നമ്മൾ വരച്ച് രേഖപ്പെടുത്തുവാണ് അവിടെ. അടുത്തതായിട്ട് ദിക്കുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദിക്കുകളെ പറ്റിയുള്ള ധാരണ നിങ്ങൾക്ക് മുൻ ക്ലാസ്സുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഭൂപടത്തിന്റെ മുകൾ ഭാഗത്ത് നോർത്ത് എന്ന അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശത്തിന്റെ വടക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂപടത്തിന്റെ സഹായത്തോടെ നാം ഒരു യാത്ര പോകുന്നുവെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഒരു വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് വടക്ക് കണ്ടെത്തി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വടക്ക് നോക്കി യന്ത്രത്തിന് അനുസൃതമായി ക്രമീകരിച്ചാൽ മാത്രമേ ദിശ തെറ്റാതെ നമുക്ക് സഞ്ചരിക്കാനാകൂ.
ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ഭൗമ സവിശേഷതകളുടെ സ്ഥാനം, അതിന്റെ കിടപ്പ്, നദിയുടെ ഒഴുക്കിന്റെ ദിശ എന്നിവയൊക്കെ തന്നെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നത് ഭൂപട വായനയുടെ ഭാഗമാണ്. ഓക്കെ. അംഗീകൃത നിറങ്ങൾ കേട്ടോ, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂപടങ്ങളിൽ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ വിവിധ ഭൗമ ഉപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നുവെന്ന് നമുക്കറിയാം. ഓരോ ഭൗമ ഉപരിതല സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഭൂപടങ്ങളിൽ ഭൂവിവരങ്ങൾ ചിത്രീകരിക്കാൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഏത് രാജ്യത്തുള്ളവർക്കും ആശയക്കുഴപ്പമില്ലാതെ ഏതൊരു രാജ്യത്ത് നിർമ്മിച്ച ഭൂപടവും വായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ യൂണിവേഴ്സലി അംഗീകൃതമായിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത്. അപ്പോൾ പച്ച എന്ന് പറയുമ്പോഴേ അല്ലേ നമുക്ക് ചെടികളും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പൊ നൈസർഗിക സസ്യജാലങ്ങളെയാണ് പച്ച നിറം കൊണ്ട് നമ്മൾ കാണിക്കുന്നത്. മഞ്ഞ കൃഷിയിടങ്ങളാണ് കേട്ടോ. തരിശുഭൂമി വെള്ള നിറത്തിലാണ് കേട്ടോ, വെള്ള നിറത്തിലാണ് കാണുന്നത്. ചുവപ്പ് എന്ന് പറയുമ്പോൾ റോഡുകളും പാർപ്പിടങ്ങളുമാണ്. കറുപ്പ് തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈന്. നീല നമ്മൾ പറഞ്ഞിരുന്നു, ജലാശയങ്ങൾ തന്നെ. തവിട്ട് പാറക്കൂട്ടങ്ങളും മണൽക്കൂനകളും കുന്നുകളുമാണ്. ടാറിട്ട റോഡ്, 2 ചുവപ്പ് ലൈന്, പാരലൽ ലൈൻസ് ആണ് കേട്ടോ. തീവണ്ടിപ്പാത ഇതുപോലെ തന്നെ പാരലൽ ലൈൻസ് ആണ്, ബ്ലാക്ക് ആണ്. അതിന്റെ ഇടയിലും ഇങ്ങനെ ക്യൂബ് കണക്കേ ഉണ്ട് കേട്ടോ. പിന്നെ അരുവി, ചെറിയൊരു ലൈന്, ബ്ലൂ ലൈന്. പിന്നെ നദി, അത് ഇപ്പൊ ഒരു വൈ ഷേപ്പിൽ ഇരിക്കുന്നത് കണ്ടോ, ഒരു ബ്ലൂ ഇത് തന്നെയാണ്. പിന്നെ ക്രിസ്ത്യൻ പള്ളി, ക്രോസ്, റെഡ് നിറമാണ്. ക്ഷേത്രം, ചെറിയൊരു വീട് പോലെ. മുസ്ലിം പള്ളി, വീട് കണക്ക് തന്നെ, പക്ഷെ മുകളിലും കൂടെ ഒരു ചെറിയ വരയുണ്ട്. പാർപ്പിടങ്ങൾ കുറെ സ്ക്വയർ റെക്ടാങ്കിൾ ക്യൂബുകളാണ്. പിന്നെന്താണ്, പോസ്റ്റ് ഓഫീസ് PO, പോലീസ് സ്റ്റേഷൻ PS. അവിടെ ആൽഫാബറ്റ്സ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്, അബ്രിവിയേഷൻസാ. പിന്നെ കിണർ വട്ടത്തില് കണ്ടോ, ഒരു നീല നിറം, ഒരു ഡോട്ട്. പിന്നെ പാലം, കോട്ടയുടെ ഒക്കെ ഒരു പ്രത്യേക ഷേപ്പ്. പിന്നെ കുഴൽക്കിണർ ഒരു ട്രയാങ്കിൾ ആണ് കേട്ടോ. ശ്മശാനം നമ്മുടെ അക്ഷരം, അത് നമ്മുടെ ഈ ഗൂഗിൾ മാപ്സ് എന്ന് പറയുന്നത് അമേരിക്കക്കാരുടെ ആണല്ലോ. നമ്മുടെ ഉണ്ട്, നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത മാപ്പുണ്ട്. ഏതാണെന്നറിയാവോ? നാവിക്ക്. വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് ഭൂവിവരങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സ്കെച്ചാണ് ചുവടെ. അപ്പൊ സൂചിക, മുകളിൽ നൽകിയിട്ടുള്ള രൂപരേഖയുടെ സൂചിക തയ്യാറാക്കിയത് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ. ഭൂപട വായനയ്ക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് സൂചിക. ഭൂപടങ്ങളിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ തുടങ്ങിയവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് കാണിക്കുന്നതാണ് സൂചിക. അടുത്തതായി അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളുമാണ് പറയുന്നത് കേട്ടോ. ഭൂമിയിലെ ഓരോ പ്രദേശത്തിന്റെയും ഭൗമ ഉപരിതല സവിശേഷതയുടെയും ഒക്കെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അക്ഷാംശ രേഖാംശ രേഖകൾ അനിവാര്യമാണ്. ഭൂപടങ്ങളിൽ നിന്നും ഭൗമ ഉപരിതല സവിശേഷതകളെ പറ്റി വിവരങ്ങൾ വായിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. അവ ശേഖരിക്കാനും സൂക്ഷിച്ചു വയ്ക്കാനും അപഗ്രഥിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും ഇന്ന് നിരവധി നൂതന സാങ്കേതിക വിദ്യകൾ ഉണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതി ഭൗമ ഉപരിതല സവിശേഷതകളുടെ വിവരശേഖരണം, വിശകലനം, അവതരണം, ചിത്രീകരണം, ഭൂപട നിർമ്മാണം തുടങ്ങിയവയിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഇത്തരം നൂതന സങ്കേതങ്ങൾ ഏതെല്ലാമാണ്? കഥകളിലും മറ്റും കേട്ടിട്ടുള്ള ഒരു മാന്ത്രിക കണ്ണാടി നിങ്ങൾക്ക് ലഭിച്ചെന്ന് കരുതുക. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വിദൂരതയിലുള്ള ഒരു ചരിത്ര നിർമ്മിതി ആ മാന്ത്രിക കണ്ണാടിയിൽ തെളിഞ്ഞു വരുന്നു. ആ ചരിത്ര നിർമ്മിതിയുടെ സ്ഥാനം, നിങ്ങളുടെ സ്ഥാനം, അവിടേക്ക് പോകാനുള്ള വഴി തുടങ്ങിയവയൊക്കെ ആ കണ്ണാടി കാട്ടിത്തരുന്നു. അതിശയമെന്ന് തോന്നിയോ? മുമ്പ് മാന്ത്രികമായി കരുതിയ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തന്നെ നിസ്സാരമായി മാറിയിരിക്കുന്നു. ഒരു സ്മാർട്ട് ഫോണിന്റെ സഹായത്തോടെ നമുക്കിതെല്ലാം ഇന്ന് സാധ്യമാണ്. ഓക്കെ, അപ്പോ വിദൂര സംവേദനം എന്താണ്? അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വിദൂര സംവേദനമാണ്, റിമോട്ട് സെൻസിങ്. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്ന് സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. അപ്പോ ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ പകർത്തി മാത്രമാണോ വിവരങ്ങൾ ഇതിൽ ശേഖരിക്കുന്നത്? അല്ല. ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയിലും ക്യാമറകൾ, സ്കാനറുകൾ, വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങൾ എന്നിവ ഘടിപ്പിച്ച് ഭൂവിവരങ്ങൾ ശേഖരിക്കാം. ഇത്തരത്തിൽ ഭൂവിവരം ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ സംവേദകങ്ങൾ, സെൻസേഴ്സ് ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെയാണ് പ്ലാറ്റ്ഫോമുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ
നമുക്ക് ബലൂണും സാറ്റലൈറ്റിലും ഒക്കെ നമുക്ക് ക്യാമറാസ് യൂസ് ചെയ്ത് നമുക്ക് ഭൂവിവരം ശേഖരിക്കാൻ പറ്റും. അപ്പോൾ അതിലെ പലതരം സംവേദനങ്ങൾ, ഈ വിവരശേഖരണത്തിനുള്ള പലതരം മെത്തേഡുകളാണ് നമ്മൾ നോക്കുന്നത്. ഭൂതല വിദൂര സംവേദനം അഥവാ ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ്. ഭൂതലത്തിൽ നിന്നും ഭൗമ ഉപരിതല സവിശേഷതകൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല വിദൂര സംവേദനം. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. അതേസമയം ആകാശീയ വിദൂര സംവേദനം, ഏരിയൽ റിമോട്ട് സെൻസിങ്, പേരിൽ തന്നെ ഉണ്ടല്ലേ, ആകാശത്തിൽ നിന്ന് നമ്മൾ ചിത്രങ്ങൾ എടുക്കുക. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെയാണ് ആകാശത്ത് നിന്നും ഭൗമ ഉപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതി. അപ്പൊ ഇതാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്. അടുത്തത് എന്താണ്? ഉപഗ്രഹ വിദൂര സംവേദനമാണ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദനങ്ങൾ വഴി, സെൻസേഴ്സ് വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. വിവിധ തരം വിദൂര സംവേദന പ്രക്രിയ രീതികൾ നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇതിന്റെയൊക്കെ സാധ്യതകൾ എന്തെല്ലാമാണ്? ആധുനിക ലോകത്ത് വിദൂര സംവേദനത്തിന് അനന്ത സാധ്യതകളാണ് ഉള്ളത്. അവയിൽ ഭുവനും ഉണ്ട് കേട്ടോ, ഭുവൻ ആപ്പും ഉണ്ട്. അതെല്ലാം അവരുടെ തന്നെ, നാവിക്കും ഭുവനും ഒക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ കാലാവസ്ഥ പഠനത്തിന് നമുക്ക് ഈ വിദൂര സംവേദനം ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ആധുനിക ലോകത്ത് വിദൂര സംവേദനത്തിന് അനന്ത സാധ്യതകളാണ് ഉള്ളത്. അവയിൽ ചിലതാണ് എന്തൊക്കെ? നമ്മുടെ കാലാവസ്ഥാ പഠനം, കാർഷിക മേഖലയിലെ പഠനം, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിന്, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണം നടത്തുന്നതിന്, ഇനി അവിടെ ഇതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കണക്ക് കൂട്ടി എടുക്കാൻ വേണ്ടി സഹായിക്കുന്നതിന് ഒക്കെ നമുക്ക് സാറ്റലൈറ്റുകൾ ഉപയോഗിക്കാൻ സഹായിക്കും. അപ്പോൾ ഭൂവിവര വ്യവസ്ഥ, GIS അല്ലെങ്കിൽ ജിയോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം എന്താണ്? ഭൂപട വിശകലനം, വിദൂര സംവേദനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അഥവാ ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഈ മാർഗങ്ങളിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപപ്പെടുത്തുവാനും ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും കഴിയുന്നു. ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നു. ഈ സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ അഥവാ GIS അഥവാ ജിയോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഭൂവിവര വ്യവസ്ഥയുടെ പ്രവർത്തനം വിശദമാക്കുന്ന ഒരു ഡയഗ്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഉപയോക്താവ് ഭൂപടങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, പട്ടികകൾ, ഗ്രാഫ്, സർവേ തുടങ്ങിയവയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഒരു ഭൂവിവര വ്യവസ്ഥാ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നു. ഭൂപടം, ഗ്രാഫ്, പട്ടികകൾ, ത്രിമാന മാതൃകകൾ തുടങ്ങിയവ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ഉപയോക്താവിലേക്ക് തന്നെ അത് വരുന്നു. ഭൂവിവര വ്യവസ്ഥ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? വ്യവസായം, വാണിജ്യം, വിദ്യാഭ്യാസം, വാർത്താവിനിമയം, കൃഷി, ആസൂത്രണം, ജലസേചനം, ഗതാഗതം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, വിഭവ പരിപാലനം, പിന്നെ വേറെ എന്തൊക്കെ വരും നമുക്ക് ചേർക്കാൻ പറ്റും? പൊതുജനാരോഗ്യം, സൈനിക ആവശ്യങ്ങള്, അല്ലേ, നഗരാസൂത്രണം, ഗതാഗത ആസൂത്രണം, പരിസ്ഥിതി പഠനം, പിന്നെന്താ വരും? ആരോഗ്യ മേഖല, ഭൂവിനിയോഗം, അല്ലെ, ലാൻഡ് യൂസ്, പിന്നെ നിയമനിർമ്മാണം, ഓരോ ഏരിയ തരംതിരിച്ച് അതൊക്കെ നമുക്ക് പറ്റും. ഭൂവിവര വ്യവസ്ഥ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ്. ഓക്കെ. അപ്പോൾ അടുത്തതായി നമുക്ക് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം നോക്കാം കേട്ടോ. GPS, നമ്മൾ ആദ്യമേ പറഞ്ഞ നമ്മുടെ ഗൂഗിൾ മാപ്പിന്റെ ഒക്കെ കാര്യം. ഒരു വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം, ഇതൊക്കെ കൃത്യമായി കണ്ടെത്തി തരുന്ന ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS എന്നാണ് ഈ സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത്. ഭൂമിയിൽ ഒരു വസ്തുവിന്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, അതിന്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇനി അതൊരു ചലിക്കുന്ന വസ്തു ആണെങ്കിലും അതിന്റെ സ്ഥാനം, സഞ്ചാര ദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ തന്നെ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കും. വിമാനം, കപ്പല് തുടങ്ങി മിക്ക വാഹനങ്ങളിലും GPS സംവിധാനമുണ്ട്. ഒരു കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. വിദൂര സംവേദനം, ഭൂവിവര വ്യവസ്ഥ, GPS
എന്നീ നൂതന സങ്കേതങ്ങളുടെ സാധ്യതകൾ രാഷ്ട്ര നിർമ്മാണത്തിനും രാജ്യ പുരോഗതിക്കുമായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് മനുഷ്യ ജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നതും അർത്ഥപൂർണം ആകുന്നതും. നാം ആർജിക്കുന്ന ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രബോധവും നമുക്ക് നാടിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്താം. ഇന്ത്യയിൽ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭൂപൻ കേട്ടോ. GIS, വിദൂര സംവേദനം എന്നിവയുടെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയുള്ള ഈ സംവിധാനത്തിന്റെ സവിശേഷതകൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പ്രയോജനപ്പെടുത്തി അന്വേഷിച്ച് അറിയാൻ സാധിക്കും നമുക്ക്. ഓക്കെ, അപ്പോ നമുക്ക് എത്ര സാറ്റലൈറ്റ് മിനിമം വേണം ഈ GPS വഴി നമ്മുടെ കറക്റ്റ് പൊസിഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി? എത്ര സാറ്റലൈറ്റ് കറക്റ്റ് ആയിട്ട് വേണമായിരിക്കും? 4 സാറ്റലൈറ്റ് മതി കേട്ടോ. മിനിമം 4 സാറ്റലൈറ്റിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് പ്രിസൈസ് ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ 3 കോർഡിനേറ്റും കൂടെ വെച്ച് കണക്ക് കൂട്ടിയിട്ട് XYZ കണക്ക് കൂട്ടിയിട്ടാണ് 4ാമത്തെ സാറ്റലൈറ്റ് എന്തിനാ? ഈ ക്ലോക്ക്, ഇന്നാക്കുറേറ്റ് ആയിട്ടുള്ള ക്ലോക്ക് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4ാമത്തെ സാറ്റലൈറ്റ്. ബാക്കി 3 എണ്ണവും XYZ കോർഡിനേറ്റ് കണക്ക് കൂട്ടാൻ വേണ്ടിയാണ്. ഗ്ലോബലായിട്ട് എത്ര എണ്ണം മിനിമം വേണം? ഫുൾ ഈ GPS ഗ്ലോബലി വർക്ക് ചെയ്യാൻ 24 സാറ്റലൈറ്റ് വേണം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കുക എല്ലാവരും.